ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. അതായത് ഇടതുമുന്നണി ശോഷിക്കും എന്നുള്ളത്. ശോഷിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാവുകയും ചെയ്തു. ഇപ്പോൾ എൽ ഡി എഫിനകത്ത് ആരുണ്ട്? CPM, CPI, പിന്നെ ഒരു MLA ഉള്ളത് കൂത്തുപറമ്പിൽ നിന്നാണെന്ന് തോന്നുന്നു, RJD. ബാക്കി ആരും തന്നെ ഇല്ലാതാകുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് LDF മുന്നണി അവസാനിച്ചു എന്നല്ലേ? സാറേ, LDF മുന്നണി അവസാനിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. CPM ശോഷിച്ചു, ഡിസിൻറ്റിഗ്രേഷനിലേക്ക് പോകുന്നു. ഒപ്പം LDF മുന്നണിയും ഇല്ലാതാകുന്നു. ഉദാഹരണത്തിന് ഇപ്പം LDFിൻ്റെ മുന്നണി ഘടകകക്ഷികൾ എടുത്തോട്ടെ. 900 ഘടകകക്ഷിയുണ്ട്, അതിൻ്റെ ഒന്നും പേര് എനിക്കറിയത്തില്ല. അതിനകത്തൊന്ന് CPI ആണ്. CPI ജീവിച്ചിരിക്കുന്നത് CPM കൊടുത്തിരിക്കുന്നത് ഓക്സിജനിലാണ്. എന്നിട്ട് അവർ ഭയങ്കര ജാട കാണിക്കുകയാണ്. ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ബിനോയ് വിശ്വത്തിൻ്റെയൊക്കെ പ്രഖ്യാപനം കേട്ടാൽ AKG സെൻ്ററിനെ ഞെട്ടിക്കുന്ന പോലെ. CPM ഇല്ലെങ്കിൽ CPIക്ക് എന്ത് പ്രസക്തിയാണ് കേരള? ചോദിച്ചതുപോലെ ഏതെങ്കിലും ഒരു വാർഡിൽ ഒറ്റയ്ക്ക് നിന്നൊന്ന് ജയിച്ചു കാണിക്കാം. അത് സത്യമല്ലേ? ഒരു വാർഡിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റില്ല. ഇനി പ്രത്യേകിച്ച് ബിനോയ് വിശ്വം കൂടെ വന്നതോടുകൂടി CPIയെ സംബന്ധിച്ചുള്ള ആ പാർട്ടിയുടെ അടിത്തറ ഇളകിക്കഴിഞ്ഞു. കാരണം വളരെ ദുർബലനായ ഒരു പാർട്ടി സെക്രട്ടറിയാണ്. ഈ ബിനോയ് വിശ്വത്തിന് പൊതുസമൂഹത്തിലുള്ള അംഗീകാരം എന്താണ്? ഒന്നുമില്ലല്ലോ, ഒരു അംഗീകാരമില്ല. സർ, CK ചന്ദ്രപ്പന് ശേഷം നല്ലൊരു സെക്രട്ടറിയെ CPIക്ക് കിട്ടിയിട്ടില്ല. CK ചന്ദ്രപ്പനായിരുന്നു ആ കസേരയിൽ ഇരുന്നിരുന്നതെങ്കിൽ LDFനോ CPMനോ ഇതുപോലെ CPIയെ വിരട്ടി നിർത്താൻ പറ്റുകയില്ല. ആദ്യം തന്നെ CPIയുടെ ആവശ്യം ഉണ്ടായിരുന്നു, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ഞങ്ങൾക്ക് വേണം, ഇല്ലേ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പിന്നെ പിണറായി വിജയൻ പറഞ്ഞു, അതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉപനേതൃത്വം ഇല്ല, അതൊക്കെ CPMനുള്ളതാണ്, അത് തരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് പിന്നെ വിശ്വം പറഞ്ഞ എന്താണ്, അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, അതിനപ്പുറത്ത് അദ്ദേഹത്തിനൊന്നും പറയാനില്ല. കാരണം പാർട്ടിയുടെ പിന്തുണ അദ്ദേഹത്തിൻ്റെ ഇല്ലല്ലോ. CPIയിലെ പാർട്ടി കേഡറിൻ്റെ പിന്തുണ ബിനോയ് വിശ്വത്തിനില്ല. അതല്ലെങ്കിൽ പിന്നെ ഇതിനെ മറികടക്കത്തക്ക വിധത്തിൽ പൊതുജന സമ്മതിയുള്ളൊരു നേതാവ് വരാം, അതിനെ മറികടക്കാമല്ലോ. പൊതുജന സമ്മതിയിലാണല്ലോ VD സതീശൻ ജയിച്ചു വന്നത്. MLAമാർ ഭൂരിപക്ഷവും KC വേണുഗോപാലിലൂടെ ആയിരുന്നല്ലോ. പൊതുജനങ്ങളെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് VD സതീശൻ വന്നത്. അപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം നല്ലൊരു നേതാവാണ് എന്ന് പറഞ്ഞ് ബിനോയ് വിശ്വത്തിനെ നിർത്തിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാമായിരുന്നു. അങ്ങനെ നിന്നാളാണ് CK ചന്ദ്രപ്പൻ. ഞാൻ CPIക്കാരനല്ല, ഞാൻ കേരളത്തിലെ ഏറ്റവും ബഹുമാനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഒരാൾ CK ചന്ദ്രപ്പനാണ്. CK ചന്ദ്രപ്പൻ്റെ വാക്കും പ്രവൃത്തിയുമാണ് നമ്മൾ അദ്ദേഹത്തിനെ ബഹുമാനിക്കാൻ കാരണം. വാക്കിലും പ്രവൃത്തിയിലും കേരളത്തിലെ പൊതുസമൂഹത്തിന് ബഹുമാനിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് മടക്കി കുത്തിയുള്ള ഒരു വരവ് തന്നെ വരവാണത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നേതാവെന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. പാർട്ടി അണികളെ സപ്പോർട്ട് ചെയ്യും, പക്ഷേ പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ടില്ല. ഗോവിന്ദ മാസ്റ്റർ അങ്ങനെയാണ്. പാർട്ടിയിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്, കേരളത്തിലെ പൊതുസമൂഹത്തിൽ എന്ത് സ്വാധീനമാണ് ഗോവിന്ദ മാസ്റ്റർക്കുള്ളത്? ഈ CPI കഴിഞ്ഞാൽ അടുത്ത പ്രബലമായ കക്ഷിയായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം. 2021 LDFിലേക്ക് വന്നതാണ്. ഇക്കുറിയും 12 സീറ്റിൽ മത്സരിച്ചു. ഭാഗ്യം കൊണ്ട് 12ലും പരാജയം ഏറ്റുവാങ്ങി. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇല്ലാതാകുന്നു എന്നുള്ളതല്ലേ? സാറേ, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? UDFിലുണ്ടായ ചെറിയ കാര്യത്തിൻ്റെ പേരിലാണ് UDF ഇറങ്ങിപ്പോകുന്നത്. ഇതിപ്പോൾ CPMൻ്റെ അടുത്ത് വല്ലതും മിണ്ടാനൊക്കുമോ? പിണറായി LDF ചെന്ന വല്ലതും ശബ്ദം ഉയർത്തി പറയാനൊക്കുമോ? മറ്റേ കോൺഗ്രസ്സുകാരോടാകുമ്പോൾ കുറേ ജനാധിപത്യമുള്ള പാർട്ടിയില്ലയോ കോൺഗ്രസ്? കോൺഗ്രസിനെ വിരട്ടാങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയാം. ഇപ്പോൾ LDF ഞാൻ പറഞ്ഞാൽ താൻ പോയാൽ അങ്ങ് ചെയ്തേച്ചു പോകുന്നു പറയും. അല്ല, അവിടെ ഒന്നും നടക്കത്തില്ലല്ലോ. അപ്പോൾ ഈ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇടതു മുന്നണിയിലേക്ക് പോയപ്പോഴുണ്ടായ ഒരു റിയാക്ഷൻ KM മാണി സാറിനെ ഇടതുപക്ഷം CPM കൈകാര്യം ചെയ്ത രീതിയിലാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രതിപക്ഷം കൈകാര്യം ചെയ്ത രീതിയിലാണ്. മാണി സാറിന് ഇത്രമാത്രം അപമാനിക്കപ്പെട്ടത് CPM നേതാക്കന്മാരിലല്ല, പ്രത്യേകിച്ച് ഇടതുപക്ഷ കക്ഷികളൊക്കെ. അതിൽ CPMും CPI ഒക്കെയാണ് മുന്നേ നിന്നെങ്കിലും ഏറ്റവും സജീവ പങ്കുവഹിച്ചത് CPM തന്നെയാണ്. അവരോടൊപ്പം ജോസ് കെ മാണി കൂട്ടുകൂടിയപ്പോഴേ അത് പാർട്ടിയെ സ്നേഹിച്ചിരുന്നവരെ, മാണി സാറിനെ ആദരിച്ചിരുന്നവരെ അവരെ വല്ലാതെ വേദനിപ്പിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ 12 സീറ്റ് മത്സരിച്ചെടുത്ത് 12ഉം കേരള കോൺഗ്രസിൻ്റെ കോട്ടയാണ്. അവിടെ എല്ലാം ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ദയനീയമായിട്ടാണ് പറഞ്ഞത്. മാണിയുടെ മരണത്തിന് ശേഷം പിന്നീട് കേരള കോൺഗ്രസ്സിന് താഴോട്ട് വരികയാണ് ചെയ്തത്. ജോസ് കെ മാണി പിന്നീട് ജയിച്ചിട്ടില്ലല്ലോ.
അതാണ് പ്രശ്നം സാറേ. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ. ആ. എല്ലാ കേരള കോൺഗ്രസ് ചെയർമാൻമാർക്കും സുരക്ഷിതമായൊരു മണ്ഡലമുണ്ട്. നേതാവിന് ബാലകൃഷ്ണ പിള്ളയ്ക്ക് കൊട്ടാരക്കര ഉണ്ടായിരുന്നു, ആ. TM ജോസഫിന് പിറവ് ഉണ്ടായിരുന്നു, മാണി സാറിന് പാലായ ഉണ്ടായിരുന്നു. ഇവർ പി ജെ ജോസഫിന് തൊടുപുഴ, പി ജോസഫിന് തൊടുപുഴയാണ്. ഇപ്പോൾ അത് മകൻ അബുവിന് വരും. അബുവിനോട്ട് അത് പാരമ്പര്യ അവകാശം അനുസരിച്ച് വന്നതാണല്ലോ. ഉണ്ണിയാടന് കൊടുക്കേണ്ട സ്ഥാനമാണ് അതെ അബുവിന് കൊടുത്തത്. അത് പിന്നെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം. പക്ഷേ ഇത് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിനെ പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം, മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിനെ നയിക്കുന്ന ജോസ് കെ മാണിക്ക് പാലാ സുരക്ഷിതമായ മണ്ഡലമല്ല. ആ. അതാണ് പ്രശ്നം. അവിടെ നിന്ന് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ ഏത് മണ്ഡലത്തിൽ പോയി എന്നാണ് ജയിക്കുന്നത്? ലീഗ് തിരുവമ്പാടി കൊടുക്കാമെന്ന് പറഞ്ഞതാ. കൊടുക്കാന്ന് പറഞ്ഞ അല്ല, ഇപ്പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനിയിപ്പം പിന്നെ കേരള കോൺഗ്രസ് മാണി UDF വരാമെന്ന് പറഞ്ഞാൽ അവിടെ ആരും തിരിഞ്ഞു പോകുമോ? അവിടെ ഹൗസ്ഫുള്ളല്ലേ. സാർ, ഒരു ലീഡറുടെ ക്വാളിറ്റി, ആ. എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ടതുപോലെ എടുക്കുമ്പോഴാണ് നേതാവ് റിലവൻ്റ് ആകുന്നത്. മാണിസാറിൻ്റെ പ്രത്യേകത അതാണ്. അദ്ദേഹം EK നായനാരുടെ മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ട്വിസ്റ്റ് ചെയ്ത് UDF പോയി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേരള കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് കേരള കോൺഗ്രസിൻ്റെ അല്ല, ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയാണ്. അവർ പിന്നെ കാലാകാലങ്ങളിൽ അവരുടെ നിലപാടനുസരിച്ച് വോട്ട് ചെയ്യും. ക്രിസ്ത്യൻ സമുദായം ആണ് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക്. അതിൻ്റെ ബേസ് വോട്ടെന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ വോട്ടാണ്. അതെങ്ങനെ ഇടതുപക്ഷത്ത് പോകുന്ന പിന്നെ ജോസ് കെ മാണിക്ക് കിട്ടുന്നത്? അപ്പോൾ ജോസ് കെ മാണിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ വോട്ട് നഷ്ടപ്പെട്ടു പോയി. 2021 കഴിഞ്ഞ് അദ്ദേഹം പിന്നെ മാറിക്കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹത്തിനെ UDF കൊണ്ടുവരാൻ ശ്രമിച്ചൊക്കെ ബിഷപ്പുമാരാണ്. പാലാ ബിഷപ്പ് അടക്കമുള്ള ബിഷപ്പുമാർ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അത് തീരുമാനം എടുക്കാൻ കഴിയാതെ പോയത് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രി ഒരു നിലപാടെടുത്തുകൊണ്ടാണ്. ജോസ് കെ മാണി രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ, സമർത്ഥനായ രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ റോഷി അഗസ്റ്റിൻ LDF നിൽക്കട്ടെ, ഞാൻ UDF പോവാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഗുണം അദ്ദേഹത്തിന് ഈ പാർട്ടിയുടെ നിയന്ത്രണം കിട്ടുമായിരുന്നു. ഇപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ ജോസ് കെ മാണിക്ക് എന്ത് നിയന്ത്രണമുള്ളത്? 5 കൊല്ലം ഭരിച്ചത് റോഷി അഗസ്റ്റിനല്ലേ. റോഷി അഗസ്റ്റിൻ്റെ വലിയൊരു സേ ആ പാർട്ടിക്കകത്തുള്ളൂ. പിണറായിയുടെ ഗുഡ് ബുക്കിലായിരുന്നു. അതേസമയം ഇപ്പം ഉദാഹരണത്തിന് KM മാണി സാറിൻ്റെ പാർട്ടിയിൽ അന്ന് കേരള കോൺഗ്രസ് ഒന്നിച്ചിരിക്കുക. R ബാലകൃഷ്ണപിള്ളയും TM ജേക്കബും KM ജോർജും, TM ജേക്കബ് പിന്നീടാണ്, R ബാലകൃഷ്ണപിള്ളയും KM ജോർജും ഒക്കെ ഉണ്ടായ സമയത്താണ് മാണി സാറ് വരുമ്പോൾ. അപ്പോൾ മാണി സാറിന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2 പ്രതിയോഗികൾ ആരൊക്കെയാണ്? R ബാലകൃഷ്ണപിള്ളയും KM ജോർജുമാണ്. അപ്പോൾ മാണി സാറിന് മനസ്സിലായി ഇവരുടെ കൂടെ നിന്നാൽ മൂന്നാമതൊരാളെ ആകത്തുള്ളൂ, ഒന്നാമനാകണ്ടേ. ഒന്നാമനാകാനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉണ്ടാക്കിയത്. ജോസഫിനെ കൂട്ടുപിടിച്ചു, 2 ചേർന്നു. അപ്പോഴും ഒരു തുല്യൻ വന്നു, ജോസഫിനെ കളഞ്ഞു. അപ്പോൾ പാർട്ടിയെ തൻ്റെ നിയന്ത്രണത്തിൽ നിർത്താൻ മാണി സാറ് കാണിച്ച വൈദഗ്ധ്യമാണ് മാണി സാറിനെ കേരള രാഷ്ട്രീയത്തിലെ അധികായനാക്കി മാറ്റിയത്. അല്ലെങ്കിൽ അദ്ദേഹം മൂവരിലൊരുത്തനല്ലേ ആകത്തുള്ളൂ. അതല്ല, കേരള കോൺഗ്രസ് തന്നെ അദ്ദേഹം ഉണ്ടാക്കി. തൻ്റെ പാർട്ടിയെ നയിച്ചു കൊണ്ടുപോകാൻ തനിക്ക് കഴിയുമെന്ന് മാത്രമല്ല, അതിനകത്ത് നല്ല വിദഗ്ധന്മാരെ, സമർത്ഥന്മാരെ കണ്ടെത്തി ജയിപ്പിച്ചെടുക്കാനും തനിക്ക് കഴിയുമെന്ന് മാണി സാർ തെളിയിച്ചു. അത് ജോസ് കെ മാണിക്ക് പറ്റില്ല, അദ്ദേഹത്തിന് അത് തെളിയിക്കാൻ പറ്റുന്നില്ലല്ലോ. അതാണല്ലോ ബേസിക്കുള്ള പ്രശ്നം. അപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 12 സീറ്റിലും തോറ്റു. ഇനി കേരള കോൺഗ്രസിൻ്റെ മുന്നിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, UDF പോയിട്ട് കാര്യമില്ല. ഈ 12 സീറ്റിൽ ഒരു സീറ്റും വിട്ടുകൊടുക്കാൻ ഒക്കും. അതൊക്കെ UDF ജയിച്ചില്ലേ, പിന്നെ അങ്ങനെ അവർക്ക് ആ സീറ്റ് വിട്ടുകൊടുക്കാൻ പറ്റും. ജോസ് കെ മാണിക്ക് രാജ്യസഭാംഗത്വം അവസാനിക്കാൻ പോവുകയാണ്. അതുകൂടെ കഴിയുമ്പം ബിഗ് സീറോ ആയിട്ടിരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറും. സാറേ, ബിഗ് സീറോ ഇന്നും കുതിച്ചു വരാം സാറേ. ഇന്ദിരാഗാന്ധിയെ എമർജൻസി കഴിഞ്ഞ് ജയിലിൽ പിടിച്ചിട്ടില്ലേ? ജയിലിൽ പിടിച്ചിട്ടില്ലെങ്കിലും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തില്ലേ, അപമാനിച്ചില്ലേ? ഇന്ദിരാഗാന്ധി വീണ്ടും പ്രധാനമന്ത്രിയായില്ലേ സാർ? അതൊക്കെ വരാം. അത് ഈ രാഷ്ട്രീയത്തിൽ ഉയർച്ചയും താഴ്ചയൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ സ്വന്തം കുറ്റങ്ങൾ കൊണ്ട് താണുപോവുകയും സ്വന്തം വൈദഗ്ധ്യം കൊണ്ട് ഉയർന്നു വരാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇവിടെ രണ്ടിടത്തും വീക്ക്നെസ്സാണ്. അപ്പോൾ റോഷി അഗസ്റ്റിൻ തുല്യശക്തനായി മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിൽ നിൽക്കുന്നിടത്തോളം കാലം ജോസ് കെ മാണിക്ക് അദ്ദേഹത്തിൻ്റെ അഭിലാഷമനുസരിച്ച് പിന്നെ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിനെ നയിക്കാൻ പറ്റില്ല. മാണി ഗ്രൂപ്പ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. റോഷി അഗസ്റ്റിൻ ഇല്ലാതെ കേരള കോൺഗ്രസിനെ കൊണ്ടുപോകാൻ തന്ത്രപൂർവ്വം ശ്രമിച്ച് ആ പാർട്ടിയെ തൻ്റെ നിയന്ത്രണത്തിലാക്കി പാർട്ടിയിൽ നല്ല ആളുകളെ കണ്ടെത്തി അവരെ ജയിപ്പിക്കുകയും ചെയ്യണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എനിക്ക് സേഫായിട്ട് എനിക്ക് തോന്നുന്നത് NDA തന്നെയാണ്. ഇനി അതുപോലെ ഈ ഒറ്റയാൾ പട്ടാളങ്ങളായിട്ടുള്ള ഘടകകക്ഷികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസ് തന്നെ, ആൻ്റണി രാജു, അതും കഴിഞ്ഞില്ലേ?
സാറേ ഈ കുഞ്ഞു പാർട്ടികളുടെ മുഴുവൻ കാലം കഴിഞ്ഞു. കടന്നപ്പള്ളി രാമേന്ദ്രൻ ഫിനിഷ്, കേരള കോൺഗ്രസ് അല്ല കോൺഗ്രസ്, കോൺഗ്രസ് എസ്, AK ശശീന്ദ്രൻ തീർന്നില്ലേ? പിന്നെ കോവൂർ കുഞ്ഞുമോൻ അത് തീർന്നില്ലേ? ഇനിയിപ്പം RSP ലെനിനിസ്റ്റ് അല്ലേ തീർന്നു. ഇനിയിപ്പം അതൊന്നും കിട്ടില്ലല്ലോ. ഇനി അതൊന്നും ഉയർത്തെഴുന്നേൽക്കാം സാറേ 3 പാർട്ടി തന്നെ പിന്നെ ഏതാണ്ട് പിന്നെ അപ്രത്യക്ഷമായല്ലോ. അകാലചരമോ അല്ലെങ്കിൽ വാർദ്ധക്യ മരണമോ എന്തുകൊണ്ടായാലും ശരി മരിച്ചല്ലോ, തീർന്നല്ലോ. ആ പാർട്ടി ഇല്ലല്ലോ ഇന്ന്. പിന്നെ വരുന്നത് ഇപ്പം ഇതിനകത്ത് അല്പം ജീവൻ വെച്ച് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് നിൽക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് പാർലമെന്റിൽ അംഗത്വമുള്ള രാജ്യസഭയിലുള്ളതുകൊണ്ടാണ്. ആ ടൈം തീർന്നു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു മെമ്പറെ ഇവിടെ പിന്നെ ജയിപ്പിക്കാൻ പറ്റുന്നില്ല. 36 പേര് വേണ്ടേ, അതിനില്ല ആള്. അപ്പം അതുകൊണ്ട് CPM-നകത്തു നിന്നുള്ള ഇനിയിപ്പം റഹീമിൻ്റെയും ബ്രിട്ടാസിൻ്റെയും ഒക്കെ കാലാവധി ഉടനെ കഴിയുമെന്ന് തോന്നുന്നു. ബ്രിട്ടാസിൻ്റെ റഹീമിൻ്റെ കാലാവധി കഴിയും. സാറേ ഇവരൊക്കെ അവിടെ പോയിരുന്ന് എന്ത് ചെയ്തു? അവർക്ക് വല്ലതും ഈ പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം കിട്ടിയോ? പാർലമെൻറ്റ് വാ തുറന്ന് വല്ലതും പറയാൻ പറ്റിയോ? സാറേ അവരൊന്നും ഈ ജനാധിപത്യ സംവിധാനത്തിൽ അവരുടെ പാർട്ടിയുടെയോ അന്തസ്സ് വർദ്ധിപ്പിക്കാനോ അവരുടെ അന്തസ്സ് വർദ്ധിപ്പിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. 2 തരത്തിലും അവർ പരാജയപ്പെട്ടു പോയി. അതാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. ഇപ്പം ജോസ് കെ മാണി തന്നെ രാജ്യസഭയിലുണ്ട്. രാജ്യസഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം എന്ത് പറയുന്നു? ഈ ഏറെക്കാലത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം കണ്ടത് കേരളം എന്നുള്ളത് അവിടെ ചർച്ച ചെയ്തപ്പോൾ ഇദ്ദേഹം ഈ അക്ഷരമാല ഉള്ള ഒരു ഷർട്ട് ധരിച്ച് അവിടെ എത്തിയെന്നും പറഞ്ഞുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇത് മാത്രമേ കാണുന്നുള്ളൂ. രാജ്യസഭയിൽ എത്ര സജീവമായിട്ട് ചർച്ചകൾ നടക്കുകയാണ്. അദ്ദേഹത്തിന് അതിനകത്ത് ഇടപെടാം. ഏറ്റവും കൂടുതൽ പോയിന്റ് ഓഫ് ഓർഡർ പിന്നെ അവതരിപ്പിക്കാൻ കിട്ടുന്ന ക്രമപ്രശ്നം ഉന്നയിച്ച് പിന്നെ സ്പീക്കറുടെ ശ്രദ്ധ ആകർഷിക്കാം, അല്ലെങ്കിൽ സബ്മിഷൻസ് കൊണ്ടുവരാം. ഇതൊക്കെ പല കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അവിടെ നിന്ന് മാറ്റി ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒറ്റ അംഗമല്ലേ ഉള്ളൂ RSPക്ക്, പ്രേമേന്ദ്രൻ മികച്ച പാർലമെന്റേറിയനല്ലേ? മികച്ച പാർലമെന്റേറിയൻ പാർട്ടിയുടെ ബലത്തിലാണോ? അതെ, പാർട്ടി എന്തുണ്ട്? നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്ന അതുകൊണ്ടല്ലേ അദ്ദേഹം ചായ കുടിക്കാൻ വിളിച്ചത്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് രാജ്യസഭയിലെങ്കിലും ശോഭിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, വിഷയങ്ങൾ എടുത്തിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ത്യയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. കേരളത്തിലും അഭിമാനത്തോടെ പറയാം, ജോസ് കെ മാണി ഒരാളെ ഉള്ളെങ്കിലും പാർട്ടിയുടെ ആളെന്നുള്ള നിലയിൽ അദ്ദേഹം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അതിനും അദ്ദേഹത്തിന് കഴിയുന്നില്ല. അതാണ് ബേസിക് പ്രോബ്ലം. അതാണ് ഇനി പാർട്ടി കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ രണ്ടാമനാകാനേ പറ്റുള്ളൂ. റോഷി അഗസ്റ്റിൻ ആ പാർട്ടിയിൽ ഉള്ളിടത്തോളം കാലം ജോസ് കെ മാണിക്ക് ഒരിക്കലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഒന്നാവാനാകാൻ കഴിയില്ല. അതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഇതാണ് എന്ന് പറഞ്ഞാൽ സാർ ആ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. LDF ഏതാണ്ട് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് അപ്രത്യക്ഷമാകുന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നു. പുതിയ എന്തെങ്കിലും ഒരു ഐക്യം പ്രതിപക്ഷം എന്തായാലും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒരു രാജ്യസഭാ MP-മാരെ അങ്ങോട്ടേക്ക് അയക്കാൻ ഇവർക്കുള്ള പര്യാപ്തമല്ല, ഇവർക്ക് വേണ്ടത്ര അംഗങ്ങൾ അല്ല തീർന്നു കഴിഞ്ഞു. പിന്നെ അതിനകത്ത് സർവൈവ് ചെയ്യണമെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സർവൈവ് ചെയ്യാമല്ലോ. ജോസ് കെ മാണിയൊക്കെ ചെറുപ്പമല്ലേ. സർവൈവ് ചെയ്യാനെങ്കിലും അവർക്ക് കഴിയണമെങ്കിൽ അവർ ഫീൽഡിലേക്ക് വരണം. രാഷ്ട്രീയമായി ബുദ്ധിപൂർവമായി തീരുമാനമെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ മുന്നോട്ട് പോയിട്ട് എന്ത് കാര്യമായിരിക്കുന്നു? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.